പാളയത്തിലെ ഒരു പെൺപുലി തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. വർഷങ്ങളോളം CPI എന്ന പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കിയപ്പോഴും ആ പാർട്ടി ശ്രീനാദേവിക്ക് അർഹമായ പരിഗണനകളൊന്നും നൽകിയില്ല. പലപ്പോഴും അവർ ഒരിടത്ത് ഒതുക്കി നിർത്താനാണ് നേതൃത്വം ശ്രമിച്ചത്. അങ്ങനെയാണ് അവർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനോടൊപ്പം ചേരുന്നതും. അതോടെയാണ് ഈ പെൺപുലിയെ കേരള സമൂഹം ശരിയായ രീതിയിൽ കാണാനും അറിയാനും തുടങ്ങിയത്. സത്യത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIക്കും LDFനും അത് വലിയൊരു പ്രഹരവും കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന എല്ലാ അമ്പുകളുടെയും മുനയൊടിച്ച് സ്വയം പ്രതിരോധിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ നടക്കുന്ന ആസൂത്രണ സ്വഭാവമുള്ള അപവാദ പ്രചാരണങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നേരിടാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യപടി എന്നോണം കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത കേസിൽ വിവാദ യൂട്യൂബർ രാജൻ ജോസഫ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഏകദേശം 2025 മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മയെ ലക്ഷ്യമിട്ട് നിരന്തരമായ വ്യക്തിഹത്യകളാണ് ഈ യൂട്യൂബറുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. മറ്റു ചില വ്യക്തികളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും പിന്തുണയോടെ തരം താണ രീതിയിലുള്ള 25ഓളം വീഡിയോകളാണ് ശ്രീനാദേവിയെ അപമാനിക്കാൻ മാത്രമായി ഇവർ നിർമ്മിച്ചത്, അങ്ങനെ പ്രചരിപ്പിച്ചതും. നിരന്തരമായ ഈ വേട്ടയാടലുകൾക്ക് മുന്നിൽ തളർന്നു പോകാനോ ഒളിച്ചോടാനോ ഈ കോൺഗ്രസ് നേതാവ് തയ്യാറായില്ല. തനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ അമ്പുകളെയ്യാൻ ലൈസൻസ് എടുത്തവർക്ക് നിയമത്തിന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ അവർ ഉറപ്പിച്ചു മുന്നിട്ടിറങ്ങി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം അടൂർ പോലീസിൽ ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായ തെളിവുകളോടെ പരാതിയും നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ പരാതിയിൽ വലിയ ഗൗരവമുണ്ടെന്ന് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാജൻ ജോസഫിനെതിരെ കേസെടുക്കുകയുമാണ് ഉണ്ടായത്. കേസ് രജിസ്റ്റർ ചെയ്ത വിവരമറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ അടൂർ പോലീസ് അതിശക്തമായ അന്വേഷണത്തിനൊടുവിൽ എറണാകുളത്ത് നിന്നാണ് കഴിഞ്ഞ രാത്രിയോടെ പിടികൂടിയത്. ഒരു ജനപ്രതിനിധിയെയോ പൊതുപ്രവർത്തകയെയോ സോഷ്യൽ മീഡിയയുടെ മറവിലിരുന്ന് എന്തും പറയാമെന്നും ആക്ഷേപിക്കാമെന്നും കരുതുന്ന സൈബർ ഗുണ്ടകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി ഈ അറസ്റ്റ് മാറുകയാണ്. CPI വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി സമ്മാനിച്ചിരുന്നു. ആ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സൈബർ ഇടങ്ങളെ ആയുധമാക്കിയവർക്ക് സ്വന്തം അന്തസ്സും ആത്മാഭിമാനവും പണയം വെക്കാതെ പോരാടിയ ഈ പെൺപുലി നൽകിയ മറുപടി കൃത്യമാണ്.